ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. വീണ്ടും പെന്തക്കോസ്ത ഒരുക്കത്തിൻ്റെ 2ാം ദിവസത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൽ പാപവും പുണ്യവും തമ്മിൽ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. വചനം പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം തരും. ഈ ബോധ്യം നമുക്ക് ലഭിക്കുവാനും അഭിഷേകത്തിൻ്റെ പുതിയ തലത്തിലേക്ക് ഉയരുവാനും ഈ 2ാം ദിവസം നമുക്കായിട്ട് വചനം പങ്കുവച്ച് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട സേവക് ഖാൻ വട്ടാലച്ചനാണ്. സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും അഭിഷാഗ്നി കൺവെൻഷൻ്റെ തുടക്കക്കാരനുമായ അനേകരെ യേശുവിലേക്ക് നാനയിക്കുന്ന ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ നമ്മളോട് വചനം പറയുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ വചനം ശ്രവിക്കാം. വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവ മക്കളെ, പന്തക്കുസ്ത തിരുനാളിന് വേണ്ടിയുള്ള തീക്ഷ്ണമായ ഒരുക്കങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 2019 പന്തക്കുസ്ത തിരുനാളിൻ്റെ ഒരുക്കം ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. ഈസ്റ്റർ തൊട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരുന്നു, പരിഹാരങ്ങൾ ചെയ്തു, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ഒരുപാട് തീക്ഷ്ണമായിട്ട് നമ്മൾ ഒരുങ്ങി. ഇനി ഏറ്റവും അടുത്ത 10 ദിവസത്തെ ഒരുക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മെയ് 30 തൊട്ട് ജൂൺ 9 വരെയുള്ള 10 ദിവസങ്ങൾ ഇൻറ്റൻസ് പ്രിപ്പറേഷൻ, ഇൻറ്റൻസായി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിപ്പിൻ്റെ 10 ദിവസങ്ങൾ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള ഉൾക്കാഴ്ചകൾ ഈ സമയം നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കാം, ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. അല്പസമയം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് സ്തുതിക്കാം. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുക. പരിശുദ്ധാത്മാവേ, ഇതാ അങ്ങയുടെ ആഗമനത്തിന് വേണ്ടി ദാഹത്തോടെ ഞങ്ങളെല്ലാവരും പാർത്തിരിക്കുകയാണ്. അങ്ങയുടെ ആഗമനത്തിന് വേണ്ടി ഞങ്ങൾ ദാഹിച്ചിരിക്കുകയാണ്. ഇതാ ഞങ്ങളുടെ മേൽ അങ്ങയുടെ നാവുകൾ, അഗ്നിജ്വാലകൾ പോലെ നാവുകൾ കൊണ്ട് അവിടെ നിന്ന് സാന്നിധ്യം നൽകണമേ. ഞങ്ങളുടെ അന്തരങ്ങളെ ഉണർത്തണമേ. ഇപ്പോഴുള്ളത് പോരാ കർത്താവേ. പരിശുദ്ധാത്മാവ് ഇപ്പോഴുള്ളത് പോരാ, കൂടുതൽ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വികസിപ്പിക്കണമേ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. എല്ലാ അന്ധകാരങ്ങൾ കത്തിച്ചാമ്പലാകട്ടെ. ഏതെങ്കിലും തടസ്സങ്ങളെല്ലാം വിട്ടുമാറി പോകട്ടെ. ജെറിക്കോ കോട്ട തകർന്നടിയുന്നത് പോലെ ദൈവശക്തിയാൽ തടസ്സങ്ങൾ തകർന്നടിയട്ടെ. ഉന്നത ശക്തി വ്യാപരിക്കട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ശക്തിയോടെ ഉച്ചത്തിൽ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. Glory, glory, glory. Fire, fire. Fire. പുതുശക്തിയാ പുത്തനുണർവാ അഭിഷേക പ്രിയ കൂടുതലാകട്ടെ. പുതുശക്തിയാ പുത്തനുണർവാ
രൂപത്തോടെ കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ അഗ്നിയാവുകൾ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയ ഭൂമിയിളകും അഭിഷേക ശക്തിയ Holy Spirit. ശക്തിയാൽ നിറയണം. അത്ഭുത കൃപ. Glory, glory. പരിശുദ്ധാത്മാവേ, സകല ജനതകളെയും തിരുമുമ്പിൽ കൊണ്ടുവരുന്നു. ജനതകളെ അഖിലങ്ങ് ഇപ്പോൾ സ്പർശിക്കണമേ. ഭൂമുഖത്തുള്ള സർവ്വ ജനതകളെ സമർപ്പിക്കുന്നു, സർവ്വ രാജ്യങ്ങളെ സമർപ്പിക്കുന്നു, ജനപദങ്ങളെ സമർപ്പിക്കുന്നു, ഗോത്രങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇളക്കി മറിക്കണമേ. Glory, glory. അഭിഷേകത്തിൽ ഉണർവ് നൽകിയിടുക, വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിയിടുക. ജനതകളിൽ അഭിഷേകത്തിൽ ഉണർവ് നൽകിയിടുക, വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിയിടുക. ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവ ഫലങ്ങളും, ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവ ഫലങ്ങളും, ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. കൈകൾ ഉയർത്തി കൈയടിച്ച് ാകട്ടെ ഇന്ന് അഭിഷേകത്തിൽ കാറ്റാൻ വീശട്ടെ. പുതിയൊരു പെന്തക്കോസ്താദിനമാകട്ടെ ഇന്ന് അഭിഷേകത്തിൽ കാറ്റാൻ വീശട്ടെ. പുതുശക്തിയാ പുത്തനുണർവാ അഭിഷേക പൂരിതരാകട്ടെ. പുതുശക്തിയാ പുത്തനുണർവാ അഭിഷേക പൂരിതരാകട്ടെ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി. ഓ നവ്യമായ ശക്തിയെ, പുതിയ പുതിയ പന്തക്കുസ്താനുഭവങ്ങൾ നൽകുന്നവനെ, നൂറ്റാണ്ടുകളായി സഭയെ അഭിഷേകം ചെയ്തവനെ ഈ നിമിഷം ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആരാധന, ആരാധന, അഭിഷേകം ചെയ്യണമേ. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവേ, വ്യാപരിക്കണമേ. തെളിനീരായി ഒഴുകണമേ, ജീവനദിയായി ഒഴുകണമേ, സമുദ്രം പോലെ നിറയണമേ. പ്രിയമലഹലഹല, പ്രിയമലലലല, പ്രിയമലലലല. ബന്ധനങ്ങൾ ചിന്നവനോട്ട് പ്രിയപ്പ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ. അവിടുന്ന് സകല ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അവിടുന്ന് ഹൃദയങ്ങളുടെ മേൽ അഭിഷേകം പകരണമേ. അവിടുത്തെ ശക്തിയാൽ സകലത് സാധ്യമാണ്. ഈ വരുന്ന പന്തക്കുസ്താ തിരുനാൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഭവമായി മാറട്ടെ. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ തിരഞ്ഞെടുക്കണമേ. ഞങ്ങളുടെ ദേശങ്ങളെ തിരഞ്ഞെടുക്കണമേ. ഇടവകളെ തിരഞ്ഞെടുക്കണമേ. അഭിഷേകം ചെയ്യണമേ. കോൺവെൻറ്റുകളെ അഭിഷേകം ചെയ്യണമേ. സകല ജനതതികളുടെ മേലും അങ്ങയുടെ അഭിഷേകത്തെ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. കസേരകളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈസ്റ്റർ തൊട്ട് ഇങ്ങോട്ടുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല. ഷാലോം ചാനലിലൂടെ വിവിധ ഘട്ടങ്ങളിൽ അതിനുള്ള നിർദ്ദേശങ്ങളും അതിനുവേണ്ടി വിവിധ ദൈവദാസന്മാരുടെയും വിവിധ ശുശ്രൂഷകരുടെയും അനവധി നിർദ്ദേശങ്ങളും
വെളിപ്പെടുത്തലുകളും നമുക്ക് ലഭിക്കുകയുണ്ടായി. എല്ലാത്തിനും ദൈവത്തിന് മഹത്വം, ദൈവത്തിൻ്റെ വലിയ കരുണയാണത്. ഈ 2019 പന്തക്കുസ്ത തിരുനാൾ ജൂൺ 9 ഇത് അടുത്തെത്തിയിരിക്കുകയാണ്. ഈ 10 ദിവസം ഇൻറ്റൻസ് പ്രിപ്പറേഷൻ, തീവ്രമായ കാത്തിരിപ്പ്, അതിനുവേണ്ടി അനവധി സ്ഥലങ്ങളിൽ അനേകം ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരുപാട് പേര് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേക്ന് മലയിൽ ഒരുപാട് പേര് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേക്ന് സിസ്റ്റേഴ്സിൻ്റെ അവിടെ ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി അവിടെ ഒത്തിരി പേര്, കോട്ടയം ക്രിസ്ത്യൻ, ദാനിയേലച്ചൻ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം തിരുവനന്തപുരം, അതുപോലെ ചെത്തിപ്പുഴ, ഒരുപാട് സ്ഥലങ്ങളിൽ അറിവുള്ളതും അറിവില്ലാത്തതും ഒരുപാട് നിങ്ങളൊക്കെ ഓരോരുത്തരും അടുത്തുള്ള ധ്യാന കേന്ദ്രങ്ങളെ അറിയുക. അവിടെ എല്ലാം ഇരുന്ന് പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷാലോമിലൂടെ സമയാസമയത്ത് അതിനുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് എത്രയോ അനുഗ്രഹപ്രദമാണ്. ഈ ചാനലിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് നന്ദി പറയാം, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇതിനുള്ള എല്ലാ പ്രവർത്തകരുടെ മേലും കർത്താവിൻ്റെ കൃപ ധാരാളമായി ഉണ്ടാകട്ടെ. 10 ദിവസത്തെ ഏറ്റവും ഇൻറ്റൻസ് പ്രിപ്പറേഷൻ്റെ ഒരു വലിയ കാര്യമാണ് സാധിക്കുന്നിടത്തോളം ആളുകൾ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ മാറ്റി മുഴുവൻ ശ്രദ്ധയും പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി മാത്രമായിരിക്കുക. ഇന്ന് ഈ ദിവസം ഈ 10 ദിവസങ്ങളിൽ യാത്രകളെല്ലാം റദ്ദ് ചെയ്യുക, സാധിക്കുന്നിടത്ത് ഒരുമിച്ച് കൊടുക്കുക. ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോയി കഴിഞ്ഞ് വന്ന് തൊട്ടടുത്തുള്ള ഇടവകളിലോ കോൺവെൻറ്റുകളിലോ പ്രാർത്ഥനാലയങ്ങളിലോ ധ്യാന കേന്ദ്രങ്ങളിലോ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പോകാൻ പറ്റാത്തവർക്ക് വീടുകളിൽ ഒരുമിച്ചിരുന്ന് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് 10 ദിവസം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. എല്ലായിടത്തും ഒരുക്കം, എല്ലാവർക്കും ഒരുക്കം, എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാൾ. ഇതായിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി. ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. മറ്റ് ഓഫീസുകളിൽ ഇരിക്കുന്ന ഓഫീസുകളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഓഫീസുകളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കൃഷിക്കാർ കൃഷികളൊക്കെ ക്രമീകരിച്ച് വൈകുന്നേരങ്ങളിൽ നേരത്തെ കുടുംബത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുക. മക്കളോട് പന്തക്കുസ്ത തിരുനാളിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. യുവതീവാക്കന്മാർ ഹോസ്റ്റലിലുള്ളവർ ഹോസ്റ്റലുകളിൽ ഒരുമിച്ച് കൂടുക. വലിയ പട്ടണങ്ങളിൽ, ബാംഗ്ലൂർ പോലുള്ള പട്ടണങ്ങളിലുള്ള യുവതീവാക്കന്മാർ അവരവരെ കൂട്ടുകാരെ കണ്ടെത്തി ഒരു 10 ദിവസം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ക്ഷണിക്കുക. ഈ ദിവസങ്ങളിൽ പ്രത്യേകം കുമ്പസാരിച്ച് ആത്മവിശുദ്ധീകരണം വരുത്തുക. ഇങ്ങനെ പന്തക്കുസ്ത തിരുനാൾ ഏറ്റവും അടുത്ത ഇൻറ്റൻസ് പ്രിപ്പറേഷൻ എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെ തിരുലിഖിതങ്ങൾ. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവർ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിച്ചു. ലോകത്തിൽ ഒരു വലിയ വിസ്ഫോടനം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭ രൂപപ്പെടുകയാണ്, ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്, അവർ ദൈവത്തിൻ്റെ വെളിപാടുകളാൽ നിറയുകയാണ്. വലിയ തരത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ജൂൺ 9 ഈ 10-ാമത്തെ ദിവസം ഈ പന്തക്കുസ്ത തിരുനാളിൽ അതിശക്തമായൊരു അനുഭവം കർത്താവ് സഭയ്ക്ക് നൽകണം. അതിനുവേണ്ടിയാണ് ലക്ഷോപലക്ഷം ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് അനേക രാജ്യങ്ങളിലിരുന്ന് ഇതുപോലെ പ്രാർത്ഥിച്ചു വരുന്നത്. ഈ ദിവസങ്ങളിൽ സാധിക്കുന്നിടത്തോളം ആളുകൾ ഫാസ്റ്റിംഗ്, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക. ചിലർക്ക് ദാനിയേൽ ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, അവർ ദാനിയേൽ ഫാസ്റ്റിംഗ് ചെയ്ത് പ്രാർത്ഥിക്കണം. മൗനവ്രതം എടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരുണ്ട്, അവർ മൗനവ്രതം എടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോരുത്തരിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിർദ്ദേശം തരും. ആത്മാവിൻ്റെ സ്വരത്തെ ശ്രവിക്കുക, അതിനനുസരിച്ച് എളിമപ്പെടുകയും അതിനനുസരിച്ച് വിശുദ്ധീകരിക്കുകയും അതിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ സഹനങ്ങൾ, ത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 746-ാം ഖണ്ഡികയിൽ അന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ സഭ ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. ദ മോർ യു റിനൗൺസ് ദ വേൾഡ്, ദ മോർ ഹോളി സ്പിരിറ്റ് വിൽ ബി ആക്റ്റീവ് ഇൻ യു. എത്രമാത്രം നിങ്ങൾ ജഡത്തെ തിരസ്കരിക്കുന്നുവോ, എത്രമാത്രം നിങ്ങൾ ജഡത്തിൻ്റെ സുഖങ്ങൾ പരിത്യജിക്കുന്നുവോ, അത്രമാത്രം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തന നിരതനായിരിക്കും. അതുകൊണ്ട് ശരീരത്തിൻ്റെ സുഖങ്ങൾ പരമാവധി ത്യജിച്ച് ത്യാഗത്തിൻ്റെ പരിഹാരത്തിൻ്റെ അരൂപിയിൽ ഈ 10 ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ
ഇൻറ്റൻസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഏവരെയും അച്ഛൻ ഒന്നും കൂടെ ഉത്ബോധിപ്പിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൽ 30-31 തിരുലിഖിതങ്ങൾ സഭയ്ക്ക് ആദിമ കാലഘട്ടത്തിൽ ഒരു പ്രതികൂലം നേരിട്ടു. അവരെ ഭയപ്പെടുത്തുന്ന വിധം പല കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് അപ്പോസ്തലപ്രവർത്തനത്തിലെ 4-ാം അധ്യായം 23 മുതൽ 31 വരെ വാക്യങ്ങൾ. അതിൽ 30-31 വാക്യങ്ങൾ കാണുന്നതിനാണ് ഇവരിങ്ങനെ ശക്തമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അതിശക്തമായി ഒരുമിച്ച് കൂടി ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായത്? അതാണ് 30-31 വാക്യങ്ങൾ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ, അവിടുത്തെ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ഈ 10 ദിവസം ഒരുക്കം കഴിയുമ്പോൾ പെന്തക്കോസ്ത് തിരുനാൾ പ്രകടമായ ഒരു അനുഭവം നമുക്കുണ്ടാകണം. അത്രയും തീവ്രമായി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഉത്ബോധിപ്പിക്കുകയാണ്. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 18 മുതൽ 20 വരെയുള്ള തിരുലിഖിതങ്ങൾ. 2 Maccabee chapter 3 verses 18 to 20. അവിടെ ദൈവത്തിൻ്റെ ആലയത്തെ അവഹേളിക്കാനും ദൈവത്തിൻ്റെ ആലയത്തെ ഡെസക്രേറ്റ് ചെയ്യാനും വളരെ നിശ്ചയദാർഢ്യത്തോടെ വളരെ ദുഷ്ടലാക്കോടെ ഒരു അഹങ്കാര ശക്തി ആർത്തട്ടഹസിച്ച് അടുത്തു വരുന്ന രംഗം കാണുന്നുണ്ട്. 2 Maccabees chapter 3. അപ്പോൾ ദൈവജനം എന്താ ചെയ്തത്? ദൈവജനം ഉണർവ് കിട്ടിയ എല്ലാവരും ഒന്നിച്ച് കൂട്ടത്തോടെ പ്രാർത്ഥിച്ചു. അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 18 മുതൽ 20 വരെ വാക്യങ്ങൾ. വിശുദ്ധ മന്ദിരം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് ജനം തങ്ങളുടെ വീട് വിട്ടിറങ്ങി കൂട്ടമായി പ്രാർത്ഥനയ്ക്ക് വന്നു. സ്ത്രീകൾ ചാക്കൊടുത്ത് തെരുവീതികളിൽ തടിച്ചുകൂടി. വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കന്യകമാരിൽ ചിലർ മതിലിലേക്കും ചിലർ കവാടങ്ങളിലേക്ക് ഓടി. മറ്റു ചിലർ ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി. എല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. തുടർന്ന് ആ അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം എങ്ങനെയാണ്? അവർക്ക് തങ്ങളുടെ ഭാര്യമാരെക്കുറിച്ചോ തങ്ങളുടെ ഭർത്താക്കന്മാരെക്കുറിച്ചോ തങ്ങളുടെ മക്കളെക്കുറിച്ചോ മാതാപിതാക്കന്മാരെക്കുറിച്ചോ ആയിരുന്നില്ല ഹൃദയത്തിൽ ഉത്കണ്ഠ നിറഞ്ഞിരുന്നത്. കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണതയായിരുന്നു അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഈ 10 ദിവസങ്ങളിൽ കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയത്തോടെ ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി നമുക്കേവർക്കും കൈകോർക്കാം, ഏവർക്കും പരിഹാരത്തിൽ ഒരുമിച്ച് നിൽക്കാം, ഏവർക്കും ദൈവസന്നിധി എളിമപ്പെട്ട് താഴ്മയോടെ ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി സ്വർഗസ്ഥനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. Hallelujah. വീണ്ടും പെന്തക്കോസ്ത. വീണ്ടും പെന്തക്കുസ്ത. പ്രിയപ്പെട്ടവരെ, നാം ഈ വചനം കേട്ടു. വിശുദ്ധീകരിക്കപ്പെടുന്നതനുസരിച്ചാണ് ശക്തീകരണം ലഭിക്കുന്നത്. അതെ, നാം വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹകരിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ശക്തിയുടെ നിറവിന് വേണ്ടി നമുക്ക് ബഹുമാനപ്പെട്ട പട്ടാലച്ചനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. ഇവിടെ പറയുന്ന സന്ദേശങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ സന്ദേശവും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വിശ്വാസത്താൽ അത് പ്രാപിക്കുക. അങ്ങനെ നീയും നിൻ്റെ കുടുംബവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്ത് ഈ 2-ാം ദിവസം ആത്മാവിൻ്റെ പുത്തൻ അനുഭവം സ്വന്തമാക്കാൻ ഇടവരട്ടെ. നമുക്കൊരുമിച്ച് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും പെന്തക്കോസ്ത. വീണ്ടും പെന്തക്കുസ്ത. വലിയ സ്നേഹത്തോടെ ദൈവസാന്നിധ്യത്തിൻ്റെ ചെറിയൊരു അനുഭവം കിട്ടുമ്പോൾ തൊട്ട് നമുക്കുണ്ടാകുന്ന വലിയൊരു സ്നേഹമാണ്, വലിയൊരു വ്യത്യാസമാണ്. വലിയ സ്നേഹത്താൽ നിറഞ്ഞ ദൈവഭയമുള്ളൊരു ഹൃദയം. ആ ദൈവസ്നേഹത്തോടും ദൈവഭയത്തോടും കൂടെ കരങ്ങൾ കൂപ്പി അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കാം. അവിടുന്ന് വലിയ സർവാധിപനായ കർത്താവാണ്. അവിടുന്ന് മഹത്വത്തിൻ്റെ രാജാവാണ്. അവിടുന്ന് മഹത്വത്തോടുകൂടെ പിതാവിൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണനായി എഴുന്നള്ളിയിരിക്കുന്നവനാണ്. അവിടുന്നാണ് വരാനിരിക്കുന്നവൻ. അവിടുന്നാണ് സർവശക്തൻ. അവിടുന്നാണ് സകലത്തിൻ്റെയും അധിപതി. അവിടുത്തേക്ക് സർവ്വ അധികാരങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു.
യേശുവേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് മുമ്പിട്ട് ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഈ രാത്രിയിൽ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കുകയാണ്. പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവായ ദൈവം. അതിൽ ഏറ്റവും ഓരോ വ്യക്തിയും പരിശുദ്ധ ത്രിത്വത്തിൽ ഓരോ വ്യക്തിയും സർവശക്തനാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിക്കുമ്പോഴും നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെയാണ് ആരാധിക്കുന്നത്. പിതാവിനും പുത്രനും നമ്മൾ മഹത്വം കൊടുക്കുകയാണ്. പുത്രനെ ആരാധിക്കുമ്പോഴും പിതാവിനും പുത്രനും നമ്മൾ മഹത്വം കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് മഹത്വം കൊടുക്കുന്നുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിലെ 3 പേര് ചേർന്ന് ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ പുത്രനെ ആരാധിച്ചാലും ത്രിത്വത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട്. പിതാവിനെ ആരാധിച്ചാലും ത്രിത്വത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ ആരാധിച്ചാലും ത്രിത്വത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്നായി കുറച്ച് നേരം നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കാം. കരങ്ങൾ തുറന്ന് പിടിക്കാം. ആരാധനയിലേക്ക് നോക്കാം, ഈശോയിലേക്ക് നോക്കാം, സ്നേഹിക്കാം. സ്നേഹമാണ് ഇതിൻ്റെ അടിസ്ഥാന ശക്തി. സ്നേഹമാണ് സർവ്വത് സാധ്യമാക്കുന്നത്. കുഞ്ഞു ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ നമുക്ക് ഈശോയെ നോക്കാം. സ്നേഹത്തോടെ ഈശോയെ വിളിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ. പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ. ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവൻ. ആരാധന ആരാധന. കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനെ. ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനിൽ നിന്നും ആരാധന. ദൈവാത്മാവിനിൽ നിന്നും ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനിൽ നിന്നും ആരാധന. ദൈവാത്മാവിനിൽ നിന്നും ആരാധന. നന്നായി കൈയടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും പതുക്കെ നനങ്ങി കാലുകൾ ഇടത്തേക്കും വലത്തേക്കും പതുക്കെ ഒന്ന് മാറ്റി മാറ്റി ചവിട്ടുക. റിലാക്സ്ഡ് ആവുക. ടെൻഷൻ പിടിക്കണ്ട. എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ട്. അവിടെ നിന്ന് എനിക്ക് വലിയ കാര്യങ്ങൾ നൽകാൻ വലിയ സന്തോഷത്തോടെ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ ആരാധിക്കും. സ്നേഹിച്ച് ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി താളത്തിൽ നന്നായി കൈയടിച്ച് വലിയ സ്നേഹത്തോടെ പാട്ടുപാടി ആരാധിക്കുന്നു. എന്നിൽ നിറയുന്നവനേ, Glory. എന്നിൽ വസിക്കുന്നവനേ, Power. എന്നെ കാക്കുന്നവനേ, ആരാധന. Holy Spirit. എന്നിൽ നിറയുന്നവനേ, എന്നിൽ വസിക്കുന്നവനേ, എന്നെ കാക്കുന്നവനേ, ആരാധന. എന്നെ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. എന്നെ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാക കൃപയും നീ വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാക കൃപയും നീ വരണേ. കൈ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. Glory, glory. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനിൽ നിന്നും ആരാധന. ദൈവാത്മാവിനിൽ നിന്നും
പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന ദൈവരൂപിയേ അങ്ങേക്ക് ആരാധന പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന ദൈവരൂപിയേ അങ്ങേക്ക് ആരാധന ദൈവാത്മാവിനെന്നും ആരാധന ദൈവാത്മാവിനെന്നും ആരാധന. വീണ്ടും ഇടത്തോട്ട് വലത്തോട്ട് നന്നായിട്ട് ഇറങ്ങി വലിയ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച്, എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറിയുന്ന എൻ്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് അങ്ങയുടെ ആലയത്തിലായിരിക്കുമ്പോൾ അങ്ങയുടെ അഭിഷേകത്തിനോട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. അങ്ങേ ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന ആരാധന. എന്നെ ഭരിക്കുന്നവനെ, എന്നെ ഭരിക്കുന്നവനെ, എൻ കൂടെ ഇരിക്കുന്നവനെ ആരാധന. എന്നെ നയിക്കുന്നവനെ, എന്നെ ഭരിക്കുന്നവനെ, എൻ കൂടെ ഇരിക്കുന്നവനെ ആരാധന. എന്നെ സ്നേഹമായി ദൈവഭക്തിയ ചൈതന്യമായി വരണേ, എന്നെ സ്നേഹമായി ദൈവഭക്തിയ ചൈതന്യമായി വരണേ. കത്തിച്ചൊലിച്ചൊരു സാക്ഷിയാകാൻ അഗ്നി പകർന്നിടണേ, കത്തിച്ചൊലിച്ചൊരു സാക്ഷിയാകാൻ അഗ്നി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, കൈ ഉയർത്തി കൈയടിച്ച് ദൈവരൂപിയേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവരൂപിയേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, പാടി പാടി ആരാധിക്കുന്നു. ദൈവരൂപിയേ അങ്ങേക്ക് ആരാധന. അതിനെ തുടർന്ന് പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് ആരാധിക്കുന്നു.
അഭിഷേക ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞ് പ്രാർത്ഥനാ വരങ്ങളാൽ അനേകരുടെ അധരങ്ങളെ കർത്താവ് സമ്പന്നമാക്കുന്നു. വിവിധ ഈണങ്ങളിലൂടെയും വിവിധ തരത്തിലുള്ള ഭാഷാവരങ്ങളിലൂടെയും ദൈവത്തെ ആരാധിക്കാൻ അനേകരുടെ അധരങ്ങളെ പരിശുദ്ധാത്മാവ് അതിശക്തമായി അഭിഷേകം ചെയ്യുന്നു. മുഴുവനും ഒരു പ്രത്യേക തരത്തിലുള്ള മന്ദത, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു മൂടപ്പെട്ട അവസ്ഥ അങ്ങനെ അനുഭവപ്പെട്ടിരുന്ന 90-ലധികം മക്കളുടെ ശരീരത്തിന് തളർച്ച, മന്ദത, മൂടപ്പെട്ട അവസ്ഥ മാറി വലിയ ഉണർവിന്റെ അഭിഷേകത്താൽ കർത്താവ് അനുഗ്രഹിക്കുന്നു. അഭിഷേകാഗ്നി ഒരു ഗോളമായി ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായും അഗ്നിയിൽ നിന്ന് അഗ്നി ചിതറിച്ച് ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുന്നതായി വെളിപ്പെടുന്നു. അലർജി രോഗങ്ങളും വലിവ്, ശ്വാസമുട്ടൽ തുടങ്ങിയ ലങ്സ് സംബന്ധമായ രോഗങ്ങളും സൗഖ്യപ്പെടുന്നതായി വെളിപ്പെടുന്നു. യേശുവേ എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ സ്വരം അടഞ്ഞുപോയ 4 പേരുടെ ഓക്കൽ കോഡ് ത്രോട്ടിൽ യേശുവിന്റെ രക്തം ഇപ്പോൾ വ്യാപരിക്കുന്നു. ശബ്ദം തുറക്കപ്പെടുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നു. സമൂഹത്തിലേക്ക് വർഷിക്കപ്പെടുന്നു. ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഏതാണ്ട് 780ഓളം മക്കളുടെ ശരീരത്തിൽ പ്രത്യേക ഒരു അഭിഷേകം ഇപ്പോൾ നിറയുന്നതായി അനുഭവം നൽകുന്നതായി വെളിപ്പെടുന്നു. ഉച്ചരിക്കുമ്പോൾ തന്നെ കാലങ്ങളായി ശരീരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില പൈശാചിക ശക്തികൾ ഇപ്പോൾ അഴിയുന്നു, വിടുതൽ പ്രാപിക്കുന്നതായി വെളിപ്പെടുന്നു. എനിക്കൊന്നും അഭിഷേകം കിട്ടുകയില്ലായിരിക്കും, എനിക്കൊന്നും മറ്റുള്ളവരെ പോലെ ഉയർന്നു വരാൻ പറ്റില്ലായിരിക്കും. അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ട് സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന ഈ സമൂഹത്തിലുള്ള 500-ലധികം മക്കളുടെ ബോധമണ്ഡലത്തിൽ സാത്താൻ ഉയർത്തിയ കോട്ടകൾ തകരുന്നു, ചങ്ങലകൾ പൊട്ടുന്നു, ആത്മീയ വിടുതൽ സംഭവിക്കുന്നതായി വെളിപ്പെടുന്നു.
തീഷ്ണതയുള്ള ഒരു ജനത്തെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുക. അതിനുവേണ്ടി അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഇതാണ് ആ ജനത. തീഷ്ണതയുള്ളൊരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു സമൂഹത്തെ അവിടുന്ന് മുഖ്യമായി കരുതും. ഉച്ചത്തിൽ സ്തുതിക്കാം, ഉച്ചത്തിൽ സ്തുതിക്കുക. ഓരോരുത്തരും അവരവരുടെ ഹൃദയബന്ധങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിൽ മക്കളെ നിലവിളിക്കുക, മക്കളെ നിലവിളിക്കുക, വേദനയോടെ കരയുക, അപ്പനോട് പറയുക, അപ്പ എനിക്ക് ഇങ്ങനത്തെ ഭാരങ്ങളുണ്ട്, എൻ്റെ മനസ്സ് കലക്കി കിടക്കുകയാണ്, എൻ്റെ അഹങ്കാരം, എൻ്റെ കോപ സ്വഭാവം, എൻ്റെ അശുദ്ധി, എൻ്റെ ദുർവൃത്തി, എൻ്റെ പാപബോധമില്ലായ്മ, എൻ്റെ ഹൃദയകാഠിന്യം, എൻ്റെ ഭക്തിരാഹിത്യം, വീട്ടിൽ പോയി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൊന്ത ചെല്ലാൻ പറ്റുന്നില്ല, സാധാരണ ആളുകൾ വിശ്വസിക്കുന്നത് പോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സാധാരണ ആളുകൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം കേൾക്കുമ്പോൾ സാധാരണ ആളുകൾ ഉണ്ടാകുന്ന പോലെ അനുഭവം എനിക്ക് ഉണ്ടാകുന്നില്ല, എൻ്റെ ഹൃദയം നടപ്പ് വഴി പോലെ ആയോ കർത്താവേ, എൻ്റെ ഹൃദയം തറഞ്ഞു പോയ കർത്താവേ, വചനം സ്വീകരിച്ച് മുളപ്പിക്കാൻ കഴിവില്ലാത്ത പാറയും പോലെ ആയി മാറിയ കർത്താവേ, രാത്രി ഞാൻ നിലവിളിക്കുകയാണ്. എൻ്റെ ഹൃദയത്തെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ സമർപ്പിച്ച് നിലവിളിക്കുകയാണ്. ഈ ഹൃദയത്തിന് മേൽ അങ്ങനെ ഒരു കൃപ വ്യാപരിക്കാൻ അങ്ങ് തിരുവള്ളമാണ്. അങ്ങനെ തിരുരക്തം അയക്കണം കർത്താവേ, അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, എളുപ്പപ്പെട്ട് പ്രാർത്ഥിക്കുക. എല്ലാ മുക്കിലും മൂലയിൽ നിൽക്കുന്നവർ, എല്ലാ ഭാഗത്ത് നിൽക്കുന്നവർ കൈ ഉയർത്തി കുറെ നേരം ഈ ഹോള് മുഴുവൻ കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ സ്തുതിക്കുക. എത്രമാത്രം വിടുതൽ ആഗ്രഹിക്കുന്നു അത്രയും ദാഹത്തോടെ. പിതാവായ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഇവിടെയുള്ള എല്ലാ വൈദികരുടെയും കൂട്ടായ്മയിൽ ഈ സമൂഹത്തെ ആശീർവദിക്കുന്നു. അനുതാപം നഷ്ടപ്പെട്ട ഹൃദയങ്ങൾക്ക് അനുതാപം നൽകണമേ. വിശ്വാസം മങ്ങിപ്പോയ ഹൃദയങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ ജ്വാല നൽകണമേ. ആത്മാവ് നിർവീര്യമായ ജീവിതങ്ങളെ ഇപ്പോൾ വീണ്ടും ഉജ്ജീവിപ്പിക്കണമേ. അശുദ്ധിയുടെ പാപത്തിൽ പൂണ്ടുകിടക്കുന്ന അവിടുന്ന് രക്ഷയുടെ പാറയിലേക്ക് ഉയർത്തി നിർത്തണമേ. അന്ധകാരാവൃതമായ ജീവിതങ്ങളെ അവിടുന്ന് മരണത്തിന്റെ നിഴൽവിട താഴ്വയിൽ നിന്ന് കൈപിടിച്ച് രക്ഷയുടെ പാറയിലേക്ക് ഉയർത്തി നിർത്തണമേ. പിതാവായ ദൈവമേ, അങ്ങ് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് എല്ലാ വൈദികരുടെ കൂട്ടായ്മ, അഭിയുന്ന പിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ, അഭിയുന്ന മനത്തോടത്തെ പിതാവിന്റെ കൂട്ടായ്മയിൽ, അഭിയുന്ന സാമുവൽ പിതാവിന്റെയും തട്ടിൽ പിതാവിന്റെയും മറ്റെല്ലാ പിതാക്കന്മാരുടെയും കൂട്ടായ്മയിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഇപ്പോൾ ഈ പ്രിയപ്പെട്ട മക്കളെ മുഴുവനും ഇവിടെ സമ്മേളിച്ച് സകലരെയും ഒരുമിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരിൽ നിന്നും, ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും, ഇവരുടെ പ്രവർത്തന മേഖലയിൽ നിന്നും അശുദ്ധിയുടെയും ദുർവൃത്തിയുടെയും പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും ആധിപത്യങ്ങൾ തകരട്ടെ. നാരകീയ സേനകളെ, സംഘങ്ങളെ, പൈശാചിക വ്യൂഹങ്ങളെ, അശുദ്ധിയുടെയും ദുർവൃത്തിയുടെയും ശക്തികളെ, ഒന്നാം പ്രമാണ ലംഘനങ്ങളുടെയും ആറാം പ്രമാണ ലംഘനങ്ങളുടെയും പരിണത ഫലമായി ഇവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുന്ന ആധിപത്യ ശക്തികളെ, ദുഷ്പ്രഭുത്വങ്ങളെ ഇപ്പോൾ നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇവരിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ വിട്ടൊഴിഞ്ഞ് അന്ധകാര രൂപത്തിൽ എന്നേക്കുമായി നിബന്ധിക്കുക.
യേശുവേ, ഈ രാത്രി അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഇവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം അവിടുന്ന് തൊട്ടനുഗ്രഹിക്കണമേ. ഇവരെ അനേക നാളുകളായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വിപരീത ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സംശയത്തിൻ്റെ അരുവികൾ വിട്ടുപോകട്ടെ, ദൈവനിഷേധത്തിൻ്റെ അരുവികൾ വിട്ടുപോകട്ടെ, അവിശ്വാസ പീഡകൾ വിട്ടുപോകട്ടെ, എല്ലാ തരത്തിലുള്ള ദുരാസക്തികൾ വിട്ടുപോകട്ടെ. ഇവരെ പീഡിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള വഴക്കിൻ്റെ അരുവികൾ, കലഹത്തിൻ്റെ അരുവികൾ നീങ്ങിപ്പോകട്ടെ, വിഭാഗ്യത വിട്ടുപോകട്ടെ, വിഭജനത്തിൻ്റെ അരുവികൾ വിട്ടുപോകട്ടെ, സ്നേഹരാഗത്തിൻ്റെ അരുവികൾ വിട്ടുപോകട്ടെ, എല്ലാതരം ഭിന്നതയുടെ അരുവികൾ നീങ്ങിപ്പോകട്ടെ, സംശയത്തിൻ്റെ അരുവികൾ വിട്ടുമാറിപ്പോകട്ടെ, കലഹത്തിന് മദ്യപാനത്തിൻ്റെ അരുവികൾ വിട്ടുമാറിപ്പോകട്ടെ, ജടിക ഭാവത്തിൻ്റെ അരുവികൾ വിട്ടുമാറിപ്പോകട്ടെ. ഇവരുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഇവരുടെ ശുശ്രൂഷകളെ തകർക്കാൻ വേണ്ടി സാത്താൻ പ്രയോഗിക്കുന്ന അരൂപികളും ശക്തികളും സ്വാധീനങ്ങളും ഇപ്പോൾ വിട്ടുമാറി അന്ധകാരങ്ങൾ നിവർത്തിക്കട്ടെ. കൽപ്പിക്കുന്നു കൽപ്പിക്കുന്നു കൈ ഉയർത്തി കൈയടിച്ച് കർത്താവേ, ശക്തമായ ഒരു കൃപ, അങ്ങയെ എല്ലാവരിലും ഉപരിയായി സ്നേഹിക്കാനൊരു അഭിഷേകം ഇപ്പോൾ അങ്ങയുടെ പ്രിയപ്പെട്ട ദാസരിലേക്കും ദാസിമാരിലേക്കും നിറയട്ടെ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിൻ്റെ ഭയമോ, ഈ ലോകത്തിൻ്റെ പ്രതിഫലമോ, ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ടോ, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളോ അല്ല, അങ്ങയെയും അങ്ങയുടെ സഭയെയും എല്ലാവരിലും ഉപരിയായി സ്നേഹിക്കാനും ആത്മാർപ്പണം ചെയ്യാനും ഒരു കമ്മിറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ ഇടറി വീണു, ചെയ്യാതിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുറവുകളെല്ലാം ഏറ്റുപറയുന്നു, ഞങ്ങളുടെ ഭയം ഏറ്റുപറയുന്നു, ബലഹീനത ഏറ്റുപറയുന്നു, സങ്കടങ്ങളും നിസ്സഹായാവസ്ഥകൾ ഏറ്റുപറയുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ നാമത്തിന് വേണ്ടി നിലകൊള്ളാൻ, അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ശക്തമായൊരു അനോയിൻറ്റിങ് ഞങ്ങൾക്ക് തരണം കർത്താവേ. ഞങ്ങളിൽ കഴിയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം കർത്താവേ. അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നിലകൊള്ളണം കർത്താവേ. അതിന് അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് തരണം, അങ്ങയുടെ അഭിഷേകം തരണം കർത്താവേ. ഇപ്പോൾ കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അനോയിൻറ്റിങ് നിറയട്ടെ, അനോയിൻറ്റിങ് നിറയട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദമാണ്. ഈ ആശീർവാദ സമയത്ത് തീക്ഷ്ണമായിട്ട് നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മളെ തന്നെയും നമ്മുടെ ടീമംഗങ്ങളെയും പ്രത്യേകം സമർപ്പിക്കാം. നമുക്കിപ്പോൾ ഈശോയിലേക്ക് നോക്കാം, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എനിക്കും ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ദൈവമേ, ഈ സമയം അങ്ങയുടെ ഒരു സ്നേഹത്തിൻ്റെ ടച്ച്, ഒരു സ്നേഹ സ്പർശനം നൽകണമേ. കൈകൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി, യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു.
പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന വീണ്ടും പെന്തക്കുസ്ത വീണ്ടും പെന്തക്കുസ്ത. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നന്ദി പറയാം. വിശുദ്ധീകരിക്കപ്പെടുന്നതനുസരിച്ച് ശക്തീകരണം തരുന്നു. ഈ ഒരു അനുഭവം ദൈവം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും കമ്മ്യൂണിറ്റിക്കും നൽകിയതിന് നമുക്ക് ഈശോയെ ആരാധിക്കാം, തുറന്നും നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകം വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും വലിയ സന്തോഷം നിറയുക അതിൻ്റെ റിസൾട്ടാണ്. ഈ സന്തോഷം കൊണ്ട് നമ്മളെ നിറച്ച ദൈവത്തിന് നന്ദി. 3-ാം ദിവസത്തെ നാളത്തെ പ്രോഗ്രാം നമുക്കായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് ഡാനിയൽ പൂവണ്ണത്തിലച്ചനാണ്. ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ദൈവം കത്തിച്ച തീ അത് കെടുത്താൻ പിശാചിന് പറ്റില്ല. കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുക. അഗ്നിനാവായി പടരണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നമ്മളെ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, പിടിച്ചു തന്നെ കാറ്റായി വീശണമേ, ആത്മനദിയായി